ഒരു ചേട്ടൻ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ പ്രകാരമാണ്, പക്ഷെ കാശില്ലാത്തവർ പറയുന്നൊരു വചനമാണ്. ഏതാണെന്ന് സാമ്പത്തിക മേഖല ലഭിക്കാൻ വേണ്ടി പറയുന്നൊരു വചനം ഏതാണെന്ന് വെച്ചാൽ ആ വചനം ഇതാണ്: ദൈവം തൻ്റെ മുഖത്തിൻ്റെ സമ്മതിയിൽ നിന്നും യേശു ക്രിസ്തു വഴി ആവശ്യമായില്ല. അപ്പോൾ ഞാൻ ഈ ചേട്ടന് വിസ്തീർണം കൊടുത്തപ്പോൾ ഈ ചേട്ടൻ എടുത്ത് പറയാം, അച്ഛൻ ഈ കാര്യം പറയണം. കാരണം സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ എല്ലാവരും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അല്ലേ ഇരിക്കുക? അപ്പോൾ എൻ്റെ ആവശ്യകതയെക്കുറിച്ച് അറിയില്ല. ആവശ്യകത എന്താണെന്ന് വെച്ചാൽ അത് സമ്പത്തിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആത്മീയ സമ്പത്തിനെ കുറിച്ചാണ്. ആത്മീയ സമ്പത്ത് എന്താ? ദൈവം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്മതിയിൽ നിന്നും യേശു ക്രിസ്തുവിന് എന്താ യേശു ക്രിസ്തു ആവശ്യമുള്ളതെല്ലാം നൽകുന്നത്? പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാ. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ചൊല്ലിക്കോട്ടെ, കാരണം എന്താ, ചോദിക്കുന്ന പൈസയല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അല്ലേ ലിയാം? അപ്പം നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതിനനുസരിച്ച് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ നിറയുന്നതിനനുസരിച്ച് സാമ്പത്തിക തടസ്സങ്ങൾ വിട്ടുപോകും. അതിന് ഡയറക്റ്റായിട്ടല്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ചോദിക്കുന്നത് സാമ്പത്തിക തടസ്സമുള്ളവർ, വിവാഹ തടസ്സമുള്ളവർ, സ്ഥലത്തിന് മേൽ തടസ്സമുള്ളവർ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ തകർച്ചയുള്ളവർ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവ ഭിന്നതയിലായിരിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ എന്താ, അവനാണ് നമുക്ക് സമ്പത്ത് തരുന്നത്. അല്ലേ ലിയ? ഇഷ്ടംപോലെ ധനികരായ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പാപ്പരയായിട്ടും കണ്ടിട്ടുണ്ട്. അല്ലേ ലിയ? നിങ്ങൾ ഒരു മാസം കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപ സാലറി കൊടുക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവവചനങ്ങൾ പാലിക്കാത്തത് കൊണ്ടും ഒന്നാം പ്രമാണം അനുസരിക്കാത്തത് കൊണ്ടും പാപ്പരയായി പോയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ധനികരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പ്രമാണങ്ങളോട്, ദൈവത്തിൻ്റെ നിയമങ്ങളോട് വിശ്വസ്തത പുലർത്തണം, ദൈവവിശ്വാസം വേണം. നമുക്ക് ജോലി ചെയ്ത് കാശൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മക്കൾ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദൈവത്തെക്കുറിച്ച് ഒരു ബോധ്യമോ ഒരു അറിവോ ഉണ്ടാവില്ല. ദാരിദ്ര്യത്തിലുള്ള വളർന്നു വന്ന ഒരു വ്യക്തി ധനികനായി കഴിയുമ്പോൾ എന്താണ്, അവന് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവും. പക്ഷെ സമ്പത്ത് ധാരാളമായി ഉണ്ടായിക്കഴിയുമ്പോൾ അവിടെ ജനിച്ച് വീഴുന്ന പയ്യൻ എന്താണെന്ന് വെച്ചാൽ വിശ്വാസത്തിലല്ല ജനിച്ചു വീഴുന്നത്, അവൻ സമ്പത്തിൻ്റെ മീതെ ജനിച്ചു വരുന്നത്. അല്ലേ ലിയാം? അല്ലേ ഒരു വലിയ സ്ഥാപനത്തിൽ ഈശോയുടെ രൂപം ഇരിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ പയ്യൻ പറഞ്ഞു ഇതെടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ജോലിക്കാർ പറയും, ഫാദർ എത്രയോ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ഫാദർ ഈ സ്ഥാപനം പടുത്തുവരുത്തി. ഇപ്പം അവന് അത് നോക്കുമ്പോൾ, ഈശോയിലേക്ക് നോക്കുമ്പോൾ അത് വെറും ഒരു രൂപം, ഒരു പടാണ്. അല്ലേ ലിയ? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരവിരുതലാണ് ഈ കുടുംബം ഇപ്പോൾ സമ്പത്തിൽ വളർന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്ന ദൈവ പ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, ദൈവവചനങ്ങൾ, കൂദാശകൾ, കുമ്പസാരം, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണം. അതങ്ങനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ജഡികമല്ല, മറിച്ച് ഇത് സമരായുധങ്ങൾ നിറഞ്ഞ കോട്ടകളെ തകർക്കുന്ന ആയുധങ്ങളാണ്. അല്ലേ ലിയ? അതുകൊണ്ടാണ് പൗലോസ്ലീഹയും അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ പറഞ്ഞത്, അത് അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക് പോയത് അവർ സമ്പത്ത് കയ്യിലുണ്ടായോ? ഇല്ലല്ലോ. കർത്താവ് പറഞ്ഞാൽ 2 ഉടുപ്പ് എടുക്കരുത്. അല്ലേ ലിയ? എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. അന്ന് അവർ പോയി കഴിഞ്ഞിട്ട് അവർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു, അവിടെ മാറ്റങ്ങൾ സംഭവിച്ചു. അല്ലേ ലിയ? ഇത് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ജീവിക്കുന്ന ജഡികമായിട്ട്, നിങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണ്, പക്ഷെ ജഡികരല്ല. കൃത്യമായിട്ട് മനസ്സിലായി. അല്ലേ ലിയ? അച്ഛൻ പറയുന്ന കാര്യം മനസ്സിലായി. നമ്മൾ ജീവിക്കുന്നത് ജഡത്തിലാണ്. കാരണം എന്താ, മാലാഖയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ച ഒരു കാര്യത്തിലാണ്. എന്താണ്? അവന് ശരീരമുണ്ട്. മാലാഖയ്ക്ക് എന്തില്ല? ശരീരമില്ല. നമ്മളെക്കാൾ ഏറ്റവും കൃപകളും അഭിഷേകവും എല്ലാം നിറഞ്ഞാണ് മാലാഖ. കാരണം എനിക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർഗത്തിൽ നിന്ന് തരാൻ പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന വ്യക്തിയാണ് മാലാഖയും പിശാചും. പിശാചൻ എന്താ അറിയുന്നത്? പിശാചനെ ദൈവം സൃഷ്ടിക്കുകയല്ല, പിശാച് മാലാഖമാരായിരുന്നു. അവർ ദൈവത്തെ പോലെ ആകാൻ അതമ്പതിച്ചതാണ്. അതുകൊണ്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഈശോ പരിശുദ്ധ അമ്മ പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പിശാചിനറിയാം. അതുകൊണ്ട് അവൻ തന്ത്രപൂർവ്വം ഇത് നശിപ്പിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ജഡത്തിലാണ് ഞാൻ ജീവിക്കുന്നതിലും അത് ജഡികമല്ല. അതെന്തെന്നാൽ ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടം, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തമാണ്. അപ്പോൾ ശരീരത്തിൽ
ദൈവം വസിക്കുന്നു എന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ് പൗലോസ് ലീഗയിലൂടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ദുർവാസനകളോ ബുദ്ധിമുട്ടുകളോ മാതാപിതാക്കന്മാരിൽ ജനിച്ചപ്പോൾ വന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് എന്ന് വെച്ചാൽ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിലൂടെ അതില്ലാതാക്കണം.